ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മൾ ഇന്ന് കോഴിക്കോടേക്കുള്ള ഒരു യാത്രയാണ്. കോഴിക്കോടേക്കുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് ഒരാളെ കാണാൻ വേണ്ടി, ഒരു വ്യക്തിത്വത്തെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അദ്ദേഹത്തെ നമുക്ക് കണ്ടു കിട്ടിയാൽ ഭാഗ്യം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ യാത്രയ്ക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഹരീഷാണ്. അദ്ദേഹമാണ് എൻ്റെ കൂടെ ഉള്ളത്. ഞങ്ങൾ രണ്ടുപേരും കൂടി അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ചിലപ്പോൾ കണ്ടു കിട്ടാം, ഒരു പ്രതീക്ഷയില്ല, ചിലപ്പം നമുക്ക് കണ്ടു കിട്ടില്ല. അപ്പോൾ അതായത് നമുക്ക് വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ കാണുമ്പോൾ വളരെ നോർമലൈസ് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിൽ പോലും ശരിക്കും നോർമലൈസ് അല്ല. കാരണം എന്താണെന്നറിയോ, ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പലരും പല ജോലിയും ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ജോലി കാണുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണുന്നതിൻ്റെ മുമ്പേ ഞാൻ അതിൻ്റെ ആ രഹസ്യം ഞാൻ നിങ്ങൾക്ക് പുറത്തേക്ക് ഇടുന്നില്ല. അദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ആ രഹസ്യം എന്നുള്ളത്, അദ്ദേഹം ചെയ്യുന്ന ജോലി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തെ കാണുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ കോഴിക്കോടേക്കുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു തരത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് എന്താണെന്നറിയോ, നമുക്ക് ഈ റോഡ് പണി, ഈ വടകര മുതൽ ഈ വെങ്ങളം വരെയുള്ള ആ റീച്ച് വളരെ ദുർഘടമാണ്. കാരണം അത് നമുക്ക് യാത്ര ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് പോകാൻ തന്നെ പറ്റില്ല. അപ്പോൾ എനിക്ക് പറയാൻ തന്നെ പറ്റില്ല. കാരണം 2 മണിക്കൂറൊക്കെയാണ് കാലിക്കറ്റിലേക്ക് എടുക്കുന്നത്. അപ്പോൾ കോഴിക്കോടിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ ഈ റോഡ് പണി തീരുന്നത് വരെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. അപ്പോൾ വാഗാടിന് ശരിക്കും നന്ദി പറയണം. നമുക്ക് ഇത്രയും ദുർഘടമായിട്ടുള്ള ഒരു കഷ്ടപ്പാട് തരുന്നതിൽ നമുക്ക് വാഗാട് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനോട് നന്ദി തന്നെ പറയണം. അപ്പോൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഒരു തരത്തിലുള്ള ആധുനിക സൗകര്യങ്ങൾ ഒന്നും ഒരുക്കാതെയാണ് ഈ വെങ്ങളം റീച്ച് അവർ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തായാലും നടക്കട്ടെ. അപ്പോൾ ഹരീഷിനെ വണ്ടി ഓടിച്ച് മടുത്തിരിക്കുന്നുണ്ട്. ഹരീഷ് ഇടക്കിടക്ക് സലാം പറയുന്നുണ്ട്. കാരണം ഹരീഷിനെ സംബന്ധിച്ചിടത്തോളം, ആരെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ സമയത്ത് ഭയങ്കര ലേഗായിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ. ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നിർത്താൻ പറ്റില്ല. കാരണം 2.5 മണിക്കൂറാണ് കോഴിക്കോടേക്കുള്ള ദൂരം. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, എന്തായാലും നമുക്ക് പോകാം. നമ്മൾ ഉദ്ദേശിച്ചിട്ട് ആ ഒരു യാത്രയിലേക്കാണ് പോകുന്നത്. നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഹരീഷിന് ഭയങ്കരമായിട്ട് മടുത്തിട്ടുണ്ട്, അദ്ദേഹത്തെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് ആളെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹമാണ് നമ്മുടെ ആള്, ഹസൻ കോയ എന്ന് പറയുന്ന ഈ വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഴിക്കോടേക്ക് വന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടും എന്നുള്ളത് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. വളരെ തുച്ഛമായ രീതിയിൽ പച്ചക്കറികൾ ഉന്തുവണ്ടിയിൽ വെച്ചിട്ട് ഓരോരോ വീട്ടുപടിക്കലും എത്തിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ജോലി. കാരണം ഇദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം കൂടിയാണ് ഇത്. ആ ഉപജീവന മാർഗത്തിൽ വളരെ നല്ല ഫ്രഷായ പച്ചക്കറികൾ പാളയം മാർക്കറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഉന്തുവണ്ടി ഉന്തിയിട്ട് ഇദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഓരോരോ വീട്ടുപടിക്കലും എത്തിക്കുകയാണ് പച്ചക്കറികൾ. അപ്പം നമ്മൾ മീനൊക്കെ വിൽക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ പച്ചക്കറികൾ ഇങ്ങനെ രീതിയിൽ വിൽക്കുന്നത് ഇന്ന് വളരെ എന്താ പറയുക, വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഹസൻ കോയ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ഡെഡിക്കേഷൻ നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റൂല. കാരണം അദ്ദേഹം ഈ പച്ചക്കറികൾ ഓരോരോ വീട്ടിലും കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ എലത്തൂരുകാരും ഈ നാട്ടുകാരും ഈ ഹസൻ കോയ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിന് തെളിവ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ അടുത്ത് ആൾക്കാർ വാങ്ങുകൊണ്ടാണല്ലോ. അതായത് നിത്യോപയോഗമായിട്ടുള്ള അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഇദ്ദേഹത്തിന്റെ പച്ചക്കറികളിൽ പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ആ സാധനങ്ങളും കൊണ്ട് അദ്ദേഹം ഓരോരോ വീട്ടുപടിക്കൽ ഉന്തുവണ്ടി ഉന്തി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ എളുപ്പമുള്ള പണിയൊന്നുമല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിങ്ങനെ വീടുകളിൽ തോറും കാര്യമായിട്ട് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ ഉപജീവനം കഴിക്കുന്നത്. അതിൽ കണ്ടപ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു ഡെഡിക്കേഷൻ കണ്ടപ്പോഴും വളരെ സന്തോഷം തോന്നി. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണമെന്നും ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു കാണിക്കണമെന്നും വളരെയധികം ആഗ്രഹമുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഹസൻ കോയക്കനെ കണ്ടത്. ഹസൻ കോയക്കായിട്ട് വിട പറയാണ്. ഹസൻ കോയക്ക, നിങ്ങൾക്ക് എല്ലാവിധ എന്താ പറയുക ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങൾ അട്ടൂസ് വ്ലോഗ് സൈനിങ് ഔട്ട്. ഓക്കെ.